ആഹാ സ്വാദ് മായാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യ സ്പെഷ്യലിൽ ഇന്ന് വറുത്തരച്ച സാമ്പാറാണ് തയ്യാറാക്കുന്നത്. ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വറുത്തരച്ച സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്നും നോക്കാം. ഇതിനായി അരക്കപ്പ് തുവരപ്പരിപ്പും കുറച്ച് വെജിറ്റബിൾസുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. വെജിറ്റബിൾസ് വെള്ളരിക്ക, ചേമ്പ്, കുമ്പളങ്ങ, വാഴയ്ക്ക, ടൊമാറ്റോ, മുരിങ്ങക്ക ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടും കട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. കുക്കറിലേക്ക് ആദ്യം കുതിർത്ത പരിപ്പ് ഇടാം. അരക്കപ്പ് തൂർദാൽ 1 അവർ കുതിർത്ത് വയ്ക്കണം. കുതിർത്ത ശേഷം വേവിക്കുമ്പോൾ ഒന്നിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വെജിറ്റബിൾസ്. ചേമ്പ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ ഇവ ഓരോ ചെറിയ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ച ഏത്തക്ക ചെറുതൊരെണ്ണം എടുത്തു അരിഞ്ഞിട്ടുണ്ട്. മുരിങ്ങക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിക്കാൻ ആവശ്യമായ 4 കപ്പ് വെള്ളം ചേർക്കാം. ഇതെല്ലാം ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ഇവ ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. സാമ്പാറിലേക്ക് ആവശ്യമായ വാളംപുളി 1 നാരങ്ങയുടെ വലുപ്പത്തിലെടുക്കാം. ഇത് അരക്കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ 1 വിസിൽ വന്നു, അത് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് പ്രഷറൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള മസാലകൾ വറുത്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ചൂടായ ശേഷം ഉലുവ 1/2 ടീസ്പൂൺ ഇടാം. രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, മല്ലി കഴുകി ഉണങ്ങിയത് 1/4 കപ്പ്, ആറ് ഉണക്കമുളക് ഇവയെല്ലാം ചേർത്ത് നന്നായി വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം തണുക്കുമ്പോൾ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ച ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വേറൊരു പാൻ ചൂടാക്കി 1/2 കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് വറുക്കാം. ചെറിയ ഉള്ളി മുറിച്ചത് 6 എണ്ണം, രണ്ട് പച്ചമുളക്, കറിവേപ്പില ഇവയിട്ട് തേങ്ങ ബ്രൗൺ കളറാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇതും തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഫൈനൽ മസാലകൾ അരച്ചതും ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതും റെഡിയായിട്ടുണ്ട്. കുക്കർ പ്രഷറൊക്കെ റിലീസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്, പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കാം. പുളിവെള്ളം അരിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ഇനി മസാല അരച്ചെടുത്തത് ചേർക്കാം. കുറച്ച് സമയം അടച്ചു വെച്ച് നന്നായി തിളപ്പിക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സമയം തിളച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ വറുത്തരച്ചതും ചേർക്കാം.
1/2 കപ്പ് വെള്ളവും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും താളിച്ചത് സാമ്പാറിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡിയായി. എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ആഹസ്വാദ് മായാസ് കുക്ക് ബുക്ക് യൂട്യൂബ് ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി തീർച്ചയായും വരാം. താങ്ക് യു.